ചില ആളുകൾക്കെങ്കിലും ഉള്ള ഒരു സംശയമാണ്, ഹാവ് കഴിഞ്ഞിട്ട് v3 ഉപയോഗിക്കുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഹാവ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഓബ്ജക്റ്റ് ഉപയോഗിക്കുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇത് എന്താണ് അങ്ങനെ ഒരു വ്യത്യാസം? ചില കാര്യങ്ങൾക്കാണെങ്കിൽ ഹാവ് കഴിഞ്ഞാൽ v3 ഫോം, വേർബിൻ്റെ v3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കും. പക്ഷേ ചില സ്ട്രക്ചേഴ്സിന് അങ്ങനെയല്ല. അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ ഇന്ന് മാറും. ഇന്ന് അത്തരത്തിലുള്ള ചില സ്ട്രക്ചേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചേഴ്സ് സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് v3, സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് v3, സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് v3, സബ്ജക്റ്റ് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. ഇനി സബ്ജക്റ്റ് പ്ലസ് മേ ഹാവ് പ്ലസ് v3 ആൻഡ് സബ്ജക്റ്റ് പ്ലസ് മേ ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. അപ്പോൾ ഇന്ന് ഈ ഒരു ലെസൺ കഴിയുന്നതോടുകൂടി അത്തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ മാറും. ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് v3 എവിടെ ഉപയോഗിക്കും എന്നാണ് നോക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, എനിക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു, എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു, ഇവിടെ വരാൻ നിനക്ക് സാധിക്കുമായിരുന്നു, നിനക്ക് എന്നോട് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു, അവന് എന്നെ വിളിക്കാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ. ഈ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ കഴിയുമായിരുന്നു എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? അതൊരു പാസ്റ്റിലെ കാര്യമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷേ അങ്ങനെ നടന്നില്ല. അപ്പോൾ നടക്കാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, പാസ്റ്റിലെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് v3 ആണ് അവിടെ ഉപയോഗിക്കുന്നത്. v3 എന്ന് പറയുമ്പോൾ ഒരു വേർബിൻ്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് എഴുതുക, റോട്ട് എഴുതി, റിട്ടൺ എന്ന് പറയുന്നതാണ് v3 ഫോം. എല്ലാ വേർബ്സിനും അതുപോലെ v1 ഫോം, v2 ഫോം, v3 ഫോം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് v3 ഫോം. എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു. എനിക്ക്, അപ്പോൾ സബ്ജക്റ്റ് ഐ ആണ്. ഐ കുഡ് ഹാവ് ഗോൺ ദർ. ഗോൺ എന്നത് v3 ഫോമാണ്. ഗോ എന്ന വേർബിൻ്റെ v3 ഫോം. എനിക്കവിടെ പോകാൻ കഴിയുമായിരുന്നു, പോയില്ല. ഇനി നിനക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു. യു കുഡ് ഹാവ് കം ഹിയർ. നിനക്ക് ഇവിടെ വരാൻ, നിനക്ക്, അപ്പോൾ യു ആണ് സബ്ജക്റ്റ്, കുഡ് ഹാവ് കഴിഞ്ഞിട്ട് v3 ഫോം, വരാൻ കഴിയുമായിരുന്നു എന്നല്ലേ. അപ്പോൾ വരിക എന്നതാണ് വേർബ്, അതിൻ്റെ തേർഡ് ഫോമാണ് കം. കം, കെയിം, കം. ദേ കുഡ് ഹാവ് ടോട്ട്. അവർക്ക് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു. ദേ കുഡ് ഹാവ് ടോട്ട്, ദേ സബ്ജക്റ്റ്, ടോട്ട് എന്നത് ടീച്ച് എന്ന വേർബിൻ്റെ v3 ഫോം. ഇവിടെയൊക്കെ ഒരു പ്രവൃത്തിയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ആ വേർബ് 3 അല്ലെങ്കിൽ തേർഡ് ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? കുഡ് ഹാവ് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക്, എനിക്ക് ഒരു കാറ് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു, അങ്ങനെ പറയില്ലേ? അതാണ് കുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. ഐ കുഡ് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറ് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. കഴിഞ്ഞില്ല, ചെയ്തില്ല, പക്ഷേ വേണമെങ്കിൽ അത് സാധിക്കുമായിരുന്നു. സ്വന്തമാക്കാൻ അവിടെ ഒരു പ്രവൃത്തിയല്ല, അത് സ്വന്തമാക്കുക എന്നത്, ഓൺ ചെയ്യുക എന്ന മീനിങ് ആണ് കുഡ് ഹാവ് എന്നതിന്. അപ്പോൾ കുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ്, എന്താണോ ആ വസ്തു അത് ഉപയോഗിക്കുക. ഐ കുഡ് ഹാവ് 2 പെൻസ്. എനിക്ക് 2 പെൻ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. ദേ കുഡ് ഹാവ് എ ബിഗ് ഹൗസ്. അവർക്ക് ഒരു വലിയ വീട് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. ബിഗ് ഓബ്ജക്റ്റ്, ബിഗ് ഹൗസ് എന്നതാണ്. അപ്പോൾ കുഡ് ഹാവ് പ്ലസ് v3 ഉപയോഗിക്കുന്നത് എവിടെയാണ്, അതുപോലെ കുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് v3. അപ്പോൾ ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, നീ അങ്ങനെ ചെയ്യണമായിരുന്നു, അവൻ അങ്ങനെ ചെയ്യണമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ. ഇതും കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യണമായിരുന്നു. ചെയ്യുക എന്നത് ഡു. അപ്പോൾ ഡു എന്നതിൻ്റെ തേർഡ് ഫോമാണ്
ഡൺ. അപ്പോൾ ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ്, ഞാനത് ചെയ്യണമായിരുന്നു. ദേ ഷുഡ് ഹാവ് റിട്ടൺ ദാറ്റ് ലെറ്റർ. ദേ ഷുഡ് ഹാവ് റിട്ടൺ ദാറ്റ് ലെറ്റർ. ദേ എന്നത് സബ്ജക്റ്റാണ്. അവർ ആ ലെറ്റർ എഴുതണമായിരുന്നു. അതാണ് വേണ്ടിയിരുന്നത് എന്ന്. എഴുതണമായിരുന്നു. ഹീ ഷുഡ് ഹാവ് ടോക്ക്ഡ് ടു മീ. അവൻ എന്നോട് സംസാരിക്കണമായിരുന്നു. ടോക്ക്ഡ്. ടോക്ക് എന്നതിൻ്റെ തേർഡ് ഫോമാണ് ടോക്ക്ഡ്. ദേ ഷുഡ് ഹാവ് ടോക്ക്ഡ് ടു മീ. എന്നോട് സംസാരിക്കണമായിരുന്നു. അപ്പോൾ ഷുഡ് ഹാവ് പ്ലസ് v3 ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. അവിടെ v3 അല്ല ഓബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഐ ഷുഡ് ഹാവ് എ കാർ എന്ന് പറഞ്ഞാലോ, അതും ഓൺ ചെയ്യുക എന്ന മീനിങ്ങിലാണ്. എനിക്കൊരു കാറ് ഉണ്ടാകണം, എനിക്കൊരു കാറ് വേണം എന്നുള്ളതാണ്. ഐ ഷുഡ് ഹാവ് എ കാർ. ദേ ഷുഡ് ഹാവ് എ ലോട്ട് ഓഫ് മണി. അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാകണം. മണി, അവിടെ ഓബ്ജക്റ്റ് മണി ആണ്. ഐ ഷുഡ് ഹാവ് 2 പെൻസ്. എനിക്ക് 2 പെൻ ഉണ്ടാകണം. ഇവിടെ നോക്കൂ, ഇത് ഇപ്പോൾ പ്രസൻറ്റിലെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഷുഡ് ഹാവ് എ പെൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പെൻ ഉണ്ടാകണം. ഐ ഷുഡ് ഹാവ് ബോട്ട് എ പെൻ എന്ന് പറഞ്ഞാലോ, ഞാനൊരു പെൻ വാങ്ങണമായിരുന്നു എന്ന മീനിങ് വന്നു. അപ്പോൾ അതാണ് ഷുഡ് ഹാവ് പ്ലസ് v3 ഉപയോഗിക്കുമ്പോഴും ഷുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോഴും ഉള്ള ഒരു വ്യത്യാസം. ഷുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ പ്രസൻറ്റിലെ കാര്യമാണ് പറയുന്നത്. അതേസമയം ഷുഡ് ഹാവ് പ്ലസ് v3 ഉപയോഗിക്കുന്നത് നമ്മൾ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഷുഡ് ഹാവ് പ്ലസ് v3 കഴിഞ്ഞു. അടുത്തത് മസ്റ്റ് ഹാവ് പ്ലസ് v3. സബ്ജക്റ്റ് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് v3 ഫോം. മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് മസ്റ്റ്, അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോസിബിലിറ്റി കാണിക്കുന്നതാണ്. സബ്ജക്റ്റ് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് v3 2 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാം. ഒന്ന്, ഇപ്പോൾ ഐ മസ്റ്റ് ഹാവ് ഗോൺ ദർ. ഐ മസ്റ്റ് ഹാവ് ഗോൺ ദർ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും അവിടെ പോകണമായിരുന്നു. ഷുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടല്ല പറയുന്നത്. ഇത് ഐ ഷുഡ് ഹാവ് ഗോൺ ദർ എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാനവിടെ പോകണമായിരുന്നു എന്നാണ്. പക്ഷേ ഐ മസ്റ്റ് ഹാവ് ഗോൺ ദർ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും അവിടെ പോകണമായിരുന്നു എന്ന മീനിങ് ആണ്. നടന്നില്ല, പക്ഷേ അങ്ങനെ ചെയ്യണമായിരുന്നു, ഉറപ്പായിട്ടും ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. ഐ മസ്റ്റ് ഹാവ് ഗോൺ ദർ, അതാണ് ഒരു മീനിങ്. അതേസമയം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ മസ്റ്റ് ഹാവ് ഗോൺ ദർ, ഞാനവിടെ എന്തായാലും പോകണമായിരുന്നു. ഹീ മസ്റ്റ് ഹാവ് റിട്ടൺ ദാറ്റ് ലെറ്റർ ടു മീ, അവൻ എന്തായാലും ആ ലെറ്റർ എനിക്ക് എഴുതണമായിരുന്നു. ഷീ മസ്റ്റ് ഹാവ് ടോക്ക് ടു മീ, അവൾ എന്തായാലും എന്നോട് സംസാരിക്കണമായിരുന്നു. ഇതൊക്കെയാണ് അവൾ വളരെ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത് മസ്റ്റ് ഹാവ് പ്ലസ് v3 ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി മസ്റ്റ് ഹാവ് പ്ലസ് v3 ഉപയോഗിക്കുമ്പോൾ വേറൊരു ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കാം. കഴിഞ്ഞു പോയൊരു കാര്യത്തെപ്പറ്റി നമ്മൾ ഒരു പോസിബിലിറ്റി, ഒരു സ്ട്രോങ് പോസിബിലിറ്റി, അവൻ എന്തായാലും ആ മൂവി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് അവൻ ആ റിവ്യൂസൊക്കെ പറയില്ല, വളരെ കൃത്യമായിട്ട് അവൻ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പെർഫോമൻസൊക്കെ വളരെ വ്യക്തമായിട്ട് അവൻ പറയുന്നു. ഹീ മസ്റ്റ് ഹാവ് സീൻ ദാറ്റ് മൂവി. അത് നമ്മൾ ഒരു സ്ട്രോങ് പോസിബിലിറ്റി നമ്മൾ ചിന്തിക്കുന്നതാണ്. അവൻ എന്തായാലും ആ മൂവി കണ്ടിട്ടുണ്ട്. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ദർ, അവൾ എന്തായാലും അവിടെ പോയിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. കാരണം അവളുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവൾ എന്തായാലും അവിടെ പോയിട്ടുണ്ട്. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ദർ. അപ്പോൾ അങ്ങനെയുള്ളൊരു മീനിങ്ങിലും മസ്റ്റ് ഹാവ് പ്ലസ് v3 ഉപയോഗിക്കാം. 2 ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇനി അടുത്തത് മസ്റ്റ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. യു മസ്റ്റ് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കാർ ഉണ്ടാകണം, എന്തായാലും ഉണ്ടാകണം എന്നതാണ്. ഷീ മസ്റ്റ് ഹാവ് എ ലോട്ട് ഓഫ് മണി, അവൾക്ക് ഒരുപാട് പൈസ എന്തായാലും ഉണ്ടാകണം. ചില കാര്യങ്ങൾ ഒക്കെ നടക്കണമെങ്കിൽ കുറേ പൈസ വേണം. അപ്പോൾ ഷീ മസ്റ്റ് ഹാവ് എ ലോട്ട് ഓഫ് മണി, അവൾക്ക് ഒരുപാട് പൈസ ഉണ്ടാകണം എങ്കിലേ നടക്കൂ എന്ന് പറയില്ലേ, അതാണ്. ഉറപ്പായിട്ടും ഉണ്ടാകണം എന്ന മീനിങ്ങിലാണ് അത് പറയുന്നത്. അപ്പോൾ മസ്റ്റ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് മേ ഹാവ് പ്ലസ് v3 ഫോം. മേ ഹാവ് എന്ന് പറയുമ്പോൾ ആ ഒരു പോസിബിലിറ്റിക്ക് തന്നെയാണത് പറയുന്നത്. ഷീ മേ ഹാവ് ഗോൺ ദർ, അവൾ അവിടെ പോയിട്ടുണ്ടാകും. അത് ഒരു കുറഞ്ഞ പോസിബിലിറ്റി, ഒരു 50% ചാൻസേ ഉള്ളൂ. ഷീ മേ ഹാവ് ഗോൺ ദർ, അവിടെ പോയിട്ടുണ്ടാകും. ദേ മേ ഹാവ് കം ഹിയർ, അവർ ഇവിടെ വന്നിട്ടുണ്ടാകും. പോസിബിലിറ്റിയാണത്.
കം എന്നത് v3 ഫോമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് v3 ഫോമാണ്. ഇതൊക്കെ മേ ഹാവ് പ്ലസ് v3. അപ്പോൾ ഒരു പാസ്റ്റ് പോസിബിലിറ്റി നമ്മൾ ഗസ് ചെയ്യുകയാണ്. നമ്മൾ ഒരു പോസിബിലിറ്റിയെ പറ്റി ആലോചിക്കാൻ. അതാ വലിയ സ്ട്രോങ് ആയിട്ടുള്ള പോസിബിലിറ്റി അല്ല, ഒരു 50% ചാൻസ് ഉള്ള പോസിബിലിറ്റി, പാസ്റ്റ് പോസിബിലിറ്റി. അവൾ ഇവിടെ വന്നിട്ടുണ്ടാകും. ഷീ മേ ഹാവ് കം ഹിയർ. അവൻ അവളോട് സംസാരിച്ചിട്ടുണ്ടാവും. ഹീ മേ ഹാവ് ടോക്ക്ഡ് ടു ഹെർ. അപ്പോൾ ഇവിടെയൊക്കെ മേ ഹാവ് പ്ലസ് v3 ആണ്. പാസ്റ്റ് പോസിബിലിറ്റി 50% ചാൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ അത്തരത്തിൽ പറയുന്നത്. അപ്പോൾ മേ ഹാവ് പ്ലസ് v3 ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത സ്ട്രക്ചർ, ലാസ്റ്റ് വൺ, സബ്ജക്റ്റ് പ്ലസ് മേ ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. അവൾക്ക് കുറേ പൈസ ഉണ്ടാവും. അത് നമ്മൾ പോസിബിലിറ്റി. ഷീ മേ ഹാവ് എ ലോട്ട് ഓഫ് മണി. അവനൊരു കാറുണ്ടാവും, അല്ലെങ്കിൽ അവൻ അവിടെ എത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരു പോസിബിലിറ്റി, നമ്മളൊരു സാധ്യത ആലോചിക്കുന്നതാണ്. ഹി മേ ഹാവ് എ കാർ, മേ ഹാവ് എ കാർ. കണ്ടില്ലേ, ഓബ്ജക്റ്റാണ് അവിടെ ഉപയോഗിക്കുന്നത് മേ ഹാവ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്ന് പഠിച്ച സ്ട്രക്ചേഴ്സൊക്കെ നമുക്കൊന്നുകൂടി നോക്കാം. സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് v3. ഹി കുഡ് ഹാവ് ബോട്ട് എ കാർ. അവന് ഒരു കാർ വാങ്ങാൻ കഴിയുമായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. ഹി കുഡ് ഹാവ് എ കാർ. അവന് ഒരു കാർ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് v3. ഹി ഷുഡ് ഹാവ് ബോട്ട് എ കാർ. അവൻ ഒരു കാർ വാങ്ങണമായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. ഹി ഷുഡ് ഹാവ് എ കാർ. അവന് ഒരു കാർ സ്വന്തമായി വേണം. സബ്ജക്റ്റ് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് v3. ഹി മസ്റ്റ് ഹാവ് ബോട്ട് എ കാർ. അവൻ ഉറപ്പായും ഒരു കാർ വാങ്ങണമായിരുന്നു. ഇതിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. അവൻ ഉറപ്പായും ഒരു കാർ വാങ്ങിയിരുന്നിരിക്കണം. അത് ഒരു പോസിബിലിറ്റിയാണ്. ഇതിലെ ഏതാണ് എന്ന സിറ്റുവേഷൻ നോക്കി മനസ്സിലാക്കണം. സബ്ജക്റ്റ് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. ഹി മസ്റ്റ് ഹാവ് എ കാർ. അവന് ഉറപ്പായും ഒരു കാർ ഉണ്ടായിരിക്കണം. ഇനി വേറൊരു മീനിങ് കൂടി, ഒരു പോസിബിലിറ്റി. അവന് ഒരു കാർ ഉണ്ടായിരുന്നിരിക്കും. അത് സ്ട്രോങ് ആയ ഒരു പോസിബിലിറ്റിയാണ്. സബ്ജക്റ്റ് പ്ലസ് മേ ഹാവ് പ്ലസ് v3. ഹി മേ ഹാവ് ബോട്ട് എ കാർ. ഒരു പക്ഷേ അവൻ ഒരു കാർ വാങ്ങിയിട്ടുണ്ടാകാം. ഒരു 50% പോസിബിലിറ്റിയേ ഇവിടെ ഉള്ളൂ. സബ്ജക്റ്റ് പ്ലസ് മേ ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. ഹി മേ ഹാവ് എ കാർ. ഒരു പക്ഷേ അവൻ്റെ കയ്യിൽ കാർ ഉണ്ടായിരിക്കാം. അത് ഒരു ലോ പോസിബിലിറ്റി കാണിക്കുന്നതാണ്. ഒരു 50% ചാൻസേ ഉള്ളൂ.